ഹായ് ഓൾ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് സെന്റ് ജെയിംസ് പാർക്ക് ട്യൂബ് സ്റ്റേഷനിലാണ്. ഇത് നമ്മുടെ അന്നക്കുട്ടി, അന്നയുടെ മമ്മിയാണത്. അപ്പോൾ നമ്മൾ ബക്കിംഗ്ഹാം പാലസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ ഇനി നേരെ നമ്മൾ ലണ്ടൻ ഐ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ആദ്യം വിക്ടോറിയ ട്യൂബ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നല്ല തിരക്കുള്ള സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ വിക്ടോറിയയിൽ ഫുഡ് കോർട്ടും മറ്റുമുണ്ട്. അങ്ങനെ വിക്ടോറിയയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വെസ്റ്റ്മിനിസ്റ്ററിലേക്കാണ് പോകുന്നത്. അതും നമ്മൾ അവിടെ നിന്ന് ഒരു 1 സ്റ്റോപ്പ് മാത്രമാണ് ട്യൂബിൽ പോകാനായിട്ടുള്ളത്. അങ്ങനെ വെസ്റ്റ്മിനിസ്റ്റർ പോയിട്ട് വെസ്റ്റ്മിനിസ്റ്ററിൽ നിന്നാണ് നമുക്ക് ലണ്ടൻ ഐയിലേക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം സുപരിചിതമാണ്. സെന്റ് ജെയിംസ് പാർക്കും വിക്ടോറിയ, വെസ്റ്റ്മിനിസ്റ്റർ ഇതെല്ലാം തന്നെ തൊട്ടടുത്ത സ്റ്റേഷനുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും നമുക്ക് നഷ്ടമാവുന്നില്ല ഈ ഒരു യാത്രയിൽ. അങ്ങനെ നമ്മളിതാ വെസ്റ്റ്മിനിസ്റ്ററിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ പേരിലേക്കുള്ള എക്സിറ്റിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു എക്സിറ്റ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. ലണ്ടൻ ഐ ഒക്കെ ആ ഒരു എക്സിറ്റിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും അക്സസബിൾ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ലൈവ്ലി ആയിട്ടുള്ള നമ്മുടെ വെസ്റ്റ്മിനിസ്റ്റർ പേരിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിവർ ക്രൂസിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ പേരിൽ തന്നെയാണ് വന്നത്. ഈ ഒരു സെയിം സ്ഥലത്തൂടെയാണ് നമ്മൾ വോക്ക് ചെയ്ത് പോയത്. അതിനെപ്പറ്റിയുള്ള ലോങ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ നല്ല ആക്റ്റീവാണ് ഇവിടുത്തെ ആ ഒരു പേരും അതിന്റെ ഒരു സ്ട്രീറ്റും എല്ലാം ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ധാരാളം തിരക്ക് ഇന്നും ഉണ്ട്. വളരെ കാലം മുൻപ് നിർമ്മിച്ച നിർമ്മിതികളായതുകൊണ്ട് തന്നെ ചില പോരായ്മകൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് എസ്കലേറ്ററുകളുടെയും ലിഫ്റ്റുകളുടെയും കുറവ്. അതില്ലാത്തത് കൊണ്ട് കുട്ടികളുടെ സ്ട്രോളർ ഉള്ളവരും വീൽ ചെയർ ഉള്ളവരും ഒക്കെ അല്പം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും ഇവിടെ വരുമ്പോൾ. രാവിലെ ഉണ്ടായിരുന്ന അത്ര വെയിൽ ഇപ്പോൾ എന്തായാലും കാണുന്നില്ല. അല്പം മേഘാവൃതമായി വരുന്നുണ്ട് ആകാശമൊക്കെ. നമ്മുടെ ലണ്ടൻ ഐയുടെ സ്ലോട്ട് എന്ന് പറയുന്നത് ഏകദേശം 2 മണിയോടുകൂടിയാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഏകദേശം 1 അവർ സമയമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ അവിടെ എത്തി നമ്മൾ ക്യൂവിലാവേണ്ടതുണ്ട്. തിരക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെയും ഇതുപോലെ തന്നെ ആക്റ്റീവ് ആയിരുന്നല്ലോ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ നട്ടുച്ച സമയമാണ്, എങ്കിലും തിരക്കിന് യാതൊരു കുറവുമില്ല. തേംസ് നദിക്ക് കുറുകെ ലണ്ടന്റെ ഹൃദയഭാഗത്ത് പാലസ് ഓഫ് വെസ്റ്റ്മിനിസ്റ്ററിന്റെയും ബിഗ് ബാങ്കിന്റെയും ഒപ്പം ലണ്ടൻ ഐയുടെയും തൊട്ടരികിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെ. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യൂവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലണ്ടൻ ഐയുടെ തൊട്ടടുത്തെത്തി ഇനി നമ്മൾ ക്യൂവിലേക്ക് കയറുകയാണ് കേട്ടോ. നല്ല തിരക്കാണ് ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പിയറിന്റെ തിരക്കും ഇവിടുത്തെ ലൈവ്ലിനെസ്സും ഒപ്പം ക്രൂയിസ് ബോട്ടിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോയും ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അങ്ങനെ നമ്മൾ ക്യൂവിൽ കയറിയിരിക്കുകയാണ്. ശരിക്കും 4 ക്യൂ ആണുള്ളത്. നമുക്ക് അതിൽ 3 എണ്ണത്തിൽ ഏതിൽ വേണമെങ്കിലും കയറാവുന്നതാണ്. ഒരു ക്യൂ എന്ന് പറയുന്നത് ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും നമ്മൾ ലണ്ടൻ ഐയിൽ കയറാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 2 രീതിയിലുള്ള ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റുകളും സ്റ്റാൻഡേർഡ് ടിക്കറ്റുകളും. ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റുകൾക്ക് റേറ്റ് കൂടുതലാണ്, അതേസമയം സ്റ്റാൻഡേർഡ് ടിക്കറ്റുകൾക്ക് അത്ര കൂടുതലല്ല. നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടിക്കറ്റ് ആണ്. ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 മുതൽ 10 മിനിറ്റ് മാത്രം ക്യൂ നിന്നാൽ മതിയാകും. അതേസമയം സ്റ്റാൻഡേർഡ് ടിക്കറ്റുകൾക്ക് 20 മിനിറ്റ് വരെ ക്യൂ വരാം. അത്രമാത്രം വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ റേറ്റിൽ നല്ല വ്യത്യാസം രണ്ടിനും തമ്മിലുണ്ട്. അങ്ങനെ നമ്മുടെ ക്യൂ ഏകദേശം ഗൊണ്ടോളയ്ക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു. ഗൊണ്ടോളയിൽ കയറുമ്പോൾ നമുക്ക് സ്ട്രോളറുകളൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പൊ അതൊക്കെ നമുക്ക് മടക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ ഗൊണ്ടോളകൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആളുകൾ കയറുമ്പോഴും അത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. വളരെ സ്ലോയിലാണ് അത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടില്ല അതിലേക്ക് കയറാനായിട്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു നിർമ്മിതിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ആ വീൽ മുഴുവനായി തന്നെ കാണാൻ സാധിക്കും. പക്ഷെ അതത്ര വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം അത് അത്രമാത്രം ഉയരത്തിലായതുകൊണ്ടാണ്. ഉയരത്തിനെ നന്നായി പേടിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുമ്പോൾ അറിയാം. നെക്സ്റ്റ് നമ്മുടെ ഗൊണ്ടോളയാണ്. അപ്പൊ ഈ ഒരു ഗൊണ്ടോള പോയതിനു ശേഷം വരുന്ന ഗൊണ്ടോളയിൽ നമ്മളാണ് കയറേണ്ടത്. നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത് കയറാനായിട്ട് പോകണം കേട്ടോ. അപ്പൊ ഇതുപോലെ 2 സൈഡിലും എപ്പോഴും ആളുകൾ ഉണ്ടാവും. നമ്മൾ കയറുമ്പോൾ സ്ലിപ്പായി പോകാതിരിക്കാനും സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. ശരിക്കും നദിയുടെ തൊട്ട് മുകളിലായിട്ടാണല്ലോ ഈ ഒരു ഗൊണ്ടോളയിൽ നമ്മൾ കയറുന്നത്. അതിന്റെ അടിയിൽ കുറേ സ്പേസ് അവർ ഇങ്ങനെ പണിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ആരും വീണ് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ വെള്ളത്തിലൊന്നും വീഴാതിരിക്കാനുള്ള എല്ലാ സേഫ്റ്റിയും അവിടെ ഉണ്ട്. എങ്കിൽ പോലും കൂടി നമുക്കൊരു അല്പം പേടി ഉണ്ടാവും അതിൽ കയറാനായിട്ട്. അങ്ങനെ നമ്മളെ കയറ്റാനായിട്ട് നമ്മുടെ ഗൊണ്ടോള എത്തി. അപ്പൊ ഇതിലാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളാണ് ആദ്യം കയറുന്നത്. നമ്മുടെ കൂടെ കുറേ അധികം പേരുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഒരു 10-20 പേരോളം ഇതിൽ ഉൾക്കൊള്ളും. ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് തീരെ ചെറുതാണെന്നൊക്കെ തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു മിനിമം 20-30 പേർക്കെങ്കിലും അതിനകത്ത് നിൽക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് സ്ഥലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നല്ല വിശാലമായ സ്പേസ് തന്നെയാണ്. എനിക്ക് ഉയരം നല്ല പേടിയാണ്. ഉയരത്തിൽ പോകുന്നതെല്ലാം എനിക്ക് പേടിയാണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കാനായിട്ട് ഭയങ്കര ഭയമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള എക്സ്പീരിയൻസും മുകളിലേക്ക് പോകുന്തോറും എനിക്ക് പേടി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അറിയില്ല, നമുക്ക് മുകളിൽ പോയി നോക്കുമ്പോൾ അറിയാം. പക്ഷെ ഇതിൽ ഒരുപാട് ചരിയുന്നും മറ്റൊന്നുമില്ല, അതിനകത്ത് ചലനങ്ങളൊന്നുമില്ല. നമ്മൾ ഭയങ്കര മൂവിങ് ആണെന്ന് നമുക്ക് ഫീൽ ആവുന്നില്ല അതിനുള്ളിൽ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അത്ര ഭയം തോന്നുന്നില്ല. വളരെ പതുക്കെയാണ് ഈ ഗൊണ്ടോളകൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം പേടി അധികം തോന്നാത്തത്. ശരിക്കും ഒരു ജയന്റ് വേയിൽ മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഗൊണ്ടോളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാറുണ്ട്. അതാണ് ശരിക്കും നമ്മളെ ഭയം ഉളവാക്കുന്നത്. എന്നാൽ ഈ ഗൊണ്ടോളകളൊന്നും തന്നെ അല്പം പോലും അനങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയവും ഉണ്ടായില്ല.
അത് മാത്രമല്ല ഈ ഗൊണ്ടോളകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഞാൻ എൻ്റെ ഉത്ഭാവമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, നടക്കണമെങ്കിൽ നടക്കാം. ചുറ്റും നല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇത് ഇത്ര പേര് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്പേസ് കഴിഞ്ഞ് വീണ്ടും ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ അത്ര ഭയം തോന്നിക്കുന്നില്ല. അപ്പൊ ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ പതുക്കെ ഉയർന്ന് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം നടന്നു വന്ന ആ ഒരു പാർക്ക്, അതിന്റെ സൈഡാണ് ഈ കാണുന്ന മരങ്ങളൊക്കെ തന്നെ. നമ്മൾ അതിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. പാലത്തിനൊക്കെ കുറെ മുകളിലായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ലണ്ടനിൽ ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആക്കുന്നത്. കാരണം ഇത് തേംസ് നദിയുടെ മുകളിലായിട്ട് ഏറ്റവും അതിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിന് തൊട്ടടുത്ത് തന്നെ ബിഗ് ബെൻ, അതിന് തൊട്ടടുത്ത് തന്നെ വെസ്റ്റ്മിനിസ്റ്റർ പാലസ്, പിന്നെ നമ്മൾ ഇപ്പുറം നോക്കുകയാണെങ്കിൽ സെന്റ് പോൾസ് കത്തീഡ്രൽ, എല്ലാം മെയിൻ അട്രാക്ഷൻസ് എല്ലാം തന്നെ ഈ ഒരു ലണ്ടനയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു 3D വ്യൂ ആണ് നമുക്ക് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് ഇതിന് മുകളിൽ കയറാനായിട്ട് ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ തേംസ് നദിയുടെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ലണ്ടനായി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ക്രൂയിസ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടാണ് നമുക്ക് കിട്ടുന്നത്. 135 മീറ്റർ ഉയരമുള്ളൊരു നിർമ്മിതിയാണ് ലണ്ടൻ ഐ എന്ന് പറയുന്നത്. അതായത് അത്രയും പൊക്കത്തിൽ നിന്ന് നമുക്ക് ലണ്ടൻ നഗരം കാണാനാകും എന്ന് സാരം. ഇതിന്റെ കൺസ്ട്രക്ഷൻ ആദ്യമായി തുടങ്ങുന്നത് 1998കളിലാണ്. കൺസ്ട്രക്ഷൻ പൂർത്തിയായി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടത് 2000 ആണ്ടിലും. ആദ്യം നിർമ്മിക്കുമ്പോൾ 5 വർഷത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു താൽക്കാലിക നിർമ്മിതിയായിരുന്നു ലണ്ടൻ ഐ. എന്നാൽ അതിലെ ജനത്തിരക്കും ജനങ്ങളുടെ അതിൽ കയറാനുള്ള ആവേശവും ഒഴുക്കും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ അതിനെ പിന്നീട് പെർമനന്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. UK ഗവൺമെന്റ് ഇപ്പോഴും ലണ്ടൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായ ആഘോഷ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ലണ്ടനായി കേന്ദ്രീകരിച്ചാണ് നടത്താറ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലണ്ടനിൽ ന്യൂ ഇയേഴ്സ് ഈവ് സെലിബ്രേഷന്റെ ഫയർ വർക്കുകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ ഒരു ലണ്ടനയിലാണ്. ഇത് ലോകമെമ്പാടുമുള്ള ഇന്റർനാഷണൽ മീഡിയാസിലുമൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എല്ലാ വർഷവും വരുന്ന പൊതുപരിപാടികൾ കൂടാതെ മറ്റ് സ്പെഷ്യൽ ഒക്കേഷൻസിലും ഇതേപോലെ ലൈറ്റപ്പ് ചെയ്യപ്പെടുകയും ഫയർ വർക്ക് നടത്തപ്പെടുകയും ചെയ്യുന്നു ലണ്ടനയിൽ. അതിനുദാഹരണങ്ങളാണ് കിങ് ചാൾസിന്റെ കൊറോണേഷൻ, NHSന്റെ 75th ആനിവേഴ്സറി തുടങ്ങിയവ. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് അട്രാക്ഷന്റെ ലിസ്റ്റിൽ ലണ്ടൻ ഐ ഏകദേശം 85 തവണയാണ് അവാർഡുകൾ വാങ്ങിയിട്ടുള്ളത്. ഓരോ വർഷവും ഏകദേശം 3.75 മില്യൺ ആളുകളാണ് ലണ്ടൻ ഐയിൽ കയറാനായിട്ട് വരുന്നത്. അതൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ലണ്ടൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. അറ്റ്ലീസ്റ്റ് വൺ ടൈം നമ്മൾ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞ് നമ്മളിതാ നല്ല മുകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു ഏരിയൽ വ്യൂ ഒക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ തേംസ് നദിയുടെ ഒക്കെ നമുക്ക് 2-3 പാലമൊക്കെ നമുക്ക് ദൂരോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നത് വിക്ടോറിയ എന്ന് പറയുന്ന ബ്രിഡ്ജാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രൂസിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെ നമ്മളിപ്പം 3D വ്യൂവിൽ കാണുന്നു എന്നാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്ത് ഭംഗിയാണ്! ആ ഒരു ലണ്ടൻ നഗരം മുഴുവൻ നമുക്ക് വിസിബിൾ ആണ് ഇവിടെ നിന്നുകൊണ്ട്. നമുക്കൊരു 4 ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലണ്ടൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര ഉയരത്തിലെത്തിയിട്ടും എന്തായാലും ആർക്കും പേടിയൊന്നും തോന്നുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നു നല്ല സ്പേഷ്യസ് ആയതുകൊണ്ടും പിന്നെ ഇത് അധികം മൂവ് ചെയ്യാത്തത് കൊണ്ടുമായിരിക്കാം. ഈ ഒരു ലണ്ടനയിൽ രാത്രി വരികയാണെങ്കിൽ നമുക്ക് തികച്ചും വ്യത്യസ്തമായൊരു വ്യൂ ആയിരിക്കും കിട്ടുക. നല്ല ഫുള്ള് ലൈറ്റപ്പ് ആയിട്ടുള്ളൊരു നഗരവും പിന്നെ ഇവിടെ എല്ലാം ഭയങ്കര ലൈറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണെന്നാണ് പറയാറ്. ഇനി ഒരിക്കൽ കൂടി ലണ്ടനിൽ കയറാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നൈറ്റിലുള്ളൊരു ടിക്കറ്റ് ആയിരിക്കും എടുക്കാനായിട്ട് നോക്കുക. കാരണം നമുക്ക് ആ വ്യൂ ആണ് ഇനി വേണ്ടത്. എത്ര ലൈവ്ലിയാണ് ആ ഒരു റിവർ എന്ന് പറയുന്നത്. ആ റിവറിൽ ഇങ്ങനെ എപ്പോഴും ക്രൂസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നത് തന്നെ നമുക്ക് ആ ഒരു പ്ലേസിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നദി ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു നദിയെ നമ്മൾ ഇത്തരത്തിൽ സംരക്ഷിക്കുകയോ അതിനെ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. പിന്നെ ഈ കാണുന്ന പാലം, ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് വിക്ടോറിയ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അതിനോടടുപ്പിച്ച് ഈ കാണുന്ന മറ്റു കെട്ടിടങ്ങളെല്ലാം തന്നെ ഓരോ മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റുകളാണ്. പിന്നെ നമ്മൾ ഈ 2 ദിവസവും നടന്നു വന്ന ആ ഒരു ബ്രിഡ്ജാണ് ആ കാണുന്നത്. അതിനെ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. എത്ര ലൈവ്ലിയാണ് ആ ഒരു ബ്രിഡ്ജ്! ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എന്ത് തിരക്കാണ്. പിന്നെയാണ് നമ്മൾ ആ കാണുന്ന നമ്മുടെ ഗോൾഡൻ ബിൽഡിംഗ്. അപ്പോൾ അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ്, സ്റ്റിൽ റണ്ണിങ് പാർലമെന്റ് ആണ്. അതിനെയാണ് നമ്മൾ പാലസ് ഓഫ് വെസ്റ്റ്മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ബിഗ് ബെൻ ഉള്ളത്. ഈ ഒരു പാർലമെന്റിൽ 2 ഹൗസസ് ആണുള്ളത്, ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും. അങ്ങനെ കറങ്ങി നമ്മൾ ഈ ജയന്റ് വീലിന്റെ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു റൗണ്ട് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എത്ര പൊക്കത്തിലാണ് ഈ ഒരു ലണ്ടൻ നഗരം മുഴുവൻ നമുക്ക് ഒരൊറ്റ റൗണ്ടിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ മുകളിലൊന്നുമില്ല, നമ്മളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഇതാ നമുക്ക് ഈ ഒരു ഇതിന്റെ ഉള്ളിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ക്യൂബിക്കിള്. അതിന്റെ ഉള്ളിൽ ഇതാ കണ്ടോ, നമുക്ക് നേരെ ഓപ്പോസിറ്റ് തൊട്ടടുത്തൊരു ക്യൂബ് ഉണ്ട്. അപ്പം നമ്മളാണ് ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് നമ്മളും ആ ഒരു ക്യൂബ് മാത്രമാണ് മുകളിലുള്ളത്, ബാക്കിയെല്ലാം താഴെയാണ്. അപ്പം
അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചുറ്റും ഇങ്ങനെ കാഴ്ചകളാണ്, എവിടെ നോക്കണം എന്നറിയില്ല, അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ. ഈ ലണ്ടനിലേക്ക് ഇറങ്ങി താഴെ എത്തുമ്പോഴേക്കും അവിടെ ഒരു ക്യാമറയുണ്ട് വിത്ത് ഫ്ലാഷ്. അപ്പം നമുക്ക് ഫോട്ടോ പോയിന്റ് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോട്ടോസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡിൽ മുമ്പ് അനൗൺസ്മെന്റ് വരും. ആ സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് താഴെ പോയി നമ്മൾ ആ ഫോട്ടോ വാങ്ങണം, എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പം നമുക്കൊരു ഫോട്ടോ പോയിന്റ് അവൈലബിൾ ആണ് ഇതിൽ കേട്ടോ. എന്ത് ഭംഗിയാണ് ആ ഒരു പാലസ് കാണാനായിട്ടല്ലേ. അപ്പം ഇത്തവണ നമുക്ക് എന്തായാലും ആ പാലസിന്റെ ഉള്ളിൽ പോകാനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ഐറ്റമാണ് ഈ ഒരു പാലസിന്റെ ഉള്ളിൽ കയറി കാണുക എന്നുള്ളത്. ഈ കാണുന്ന ഓരോ ബിൽഡിങ്ങുകൾക്കും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പം കൂടുതലായിട്ടും ബ്രിട്ടൻ്റെ മാപ്പൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബിൽഡിങ് കാണിച്ചു തരാം. അത് ഏത് ബിൽഡിംഗ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എൻ്റെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ അത് ഏത് ബിൽഡിംഗ് ആണെന്ന്, ഈ കാണുന്ന ബിൽഡിംഗ് ആണ്, അത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതണം അത് ഏത് ബിൽഡിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അതേതാണ് ആ ഒരു മന്ദിരം എന്ന് പറയുന്നത്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനെപ്പറ്റി ഒരു ഫുൾ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും അത് ഏത് ബിൽഡിംഗ് ആണെന്ന്. നമ്മുടെ പാലസ് ഓഫ് വെസ്റ്റ്മിനിസ്റ്ററിന് തൊട്ട് ബാക്കിൽ കാണുന്നതാണ് വെസ്റ്റ്മിനിസ്റ്റർ അബേ എന്ന് പറയുന്ന പള്ളി. റോയൽ ഫാമിലിയുടെ ഒഫീഷ്യലായിട്ടുള്ള ആരാധനാലയം തന്നെയാണത്. അതുകൂടാതെ സർ ഐസക് ന്യൂട്ടന്റെയും ചാൾസ് ഡാർവിന്റെയും ഒക്കെ അന്തിമ സംസ്കാരം നടന്നതും ഈ പള്ളിയിലാണ്. ആ പള്ളിയും വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. നമ്മൾ അവിടെയും പോകണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കയറേണ്ടതാണ്. നെക്സ്റ്റ് ടൈം അതും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ആ ഒരു കെട്ടിടം എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഓഫീസാണ്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് തൊട്ടടുത്ത് കാണുന്നതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ അതിനോടടുത്ത് കാണപ്പെടുന്ന സ്ക്വയർ ഷേപ്പിലുള്ള ഓരോ ബിൽഡിങ്ങുകളും ഓരോ മിനിസ്ട്രിയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഡൗണിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അത് അവിടെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ റെസിഡൻസ് ഉള്ളത്. അങ്ങനെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇനിയും പാലസ് ഓഫ് വെസ്റ്റ്മിനിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 11ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു നിർമ്മിതി നിർമ്മിക്കപ്പെടുന്നത്. അന്നത്തെ രാജാവിന്റെ ഒഫീഷ്യൽ റെസിഡൻസും ഭരണസിരാ കേന്ദ്രവും ഒക്കെ കൂടിയായിരുന്നു വെസ്റ്റ്മിനിസ്റ്റർ പാലസ് എന്ന് പറയുന്നത്. അതിനുശേഷം 1500കളിലാണ് ഈ ഒരു പാലസിനെ പാർലമെന്റ് ആക്കി മാറ്റുന്നത്. അന്ന് ഒരു ഫയർ മുഖാന്തരം അവിടെ താമസിച്ചിരുന്ന റോയൽ ഫാമിലി മറ്റൊരു പാലസിലേക്ക് മാറുകയും ഈ ഒരു പാലസിനെ അബണ്ടൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിനെ പുനർനിർമ്മിക്കുകയും പാർലമെന്റ് ആക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ലണ്ടനിൽ നിന്നുകൊണ്ടുള്ള റൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ആണ്. അപ്പൊ ലണ്ടൻ ബ്രിഡ്ജിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ അതുവരെയും എല്ലാവർക്കും ടാറ്റാ.